നമ്മളെല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതിലും വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ എന്തെങ്കിലും ഒരു വാണിംഗ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വളരെ ശ്രദ്ധിച്ച് ജീവിക്കുമായിരുന്നു, അല്ലെങ്കിൽ ചികിത്സ എടുക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയോ, ശരീരം അങ്ങനെ പല വാണിങ്ങുകളും നമുക്ക് തരുന്നുണ്ട്. നമ്മളിൽ ആരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാലുകളിലൂടെ, തലച്ചോറിലൂടെ, ബെഡ്റൂമിലൂടെ പലർക്കും ഹൃദ്രോഗത്തിന് 4-5 വർഷം മുമ്പേ തന്നെ വാണിംഗ് കൊടുക്കാറുണ്ട്. ഈ വാണിങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഇതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഹൃദ്രോഗത്തിന്റെ പ്രധാന കാരണം അഥെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന രക്തധമനിയുടെ അസുഖമാണ്. ശരീരത്തിലെ മൊത്തം രക്തധമനികളെ ഒരേ സമയത്താണ് ഈ അസുഖം ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹൃദയത്തിലല്ലാതെ മറ്റു ഭാഗങ്ങളിൽ ഇതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ഒരുപാട് വർഷം മുമ്പേ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക്. ഇതിൽ ഒന്നാമത്തെ വാണിംഗ് പലപ്പോഴും കിടപ്പറയിലാണ് തുടങ്ങുന്നത്. പുരുഷന്മാർ ശ്രദ്ധിക്കുക, ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പലപ്പോഴും ഹൃദ്രോഗത്തിന് 4-5 വർഷം മുമ്പേ തന്നെ തുടങ്ങാറുണ്ട്. ഹൃദ്രോഗത്തിന്റെ മുമ്പേ വരുന്ന ഏറ്റവും ആദ്യത്തെ വാണിംഗ് എന്നുവരെ വേണമെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനെ വിശേഷിപ്പിക്കാം. ശരീരത്തിലെ ഇറക്ഷന് ആവശ്യമായിട്ടുള്ള രക്തധമനിയുടെ വണ്ണം വളരെ ചെറുതായതുകൊണ്ട് ബ്ലോക്കിന്റെ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും ഇങ്ങനെയാണ് തുടക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടാറുള്ളത്. പഠനങ്ങൾ കാണിക്കുന്നത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനുള്ള 80% വ്യക്തികൾക്കും ഹൃദ്രോഗം ഉണ്ടാവും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഉദ്ധാരണക്കുറവുള്ള 50% വ്യക്തികൾക്കും ഹാർട്ട് അറ്റാക്ക് സംഭവിക്കാറുണ്ട്. 40 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ ഒരു വ്യക്തിക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ അയാൾ ആദ്യം പോയിട്ട് അതിന് മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്. അയാളുടെ രക്തധമനികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനായിട്ട് ഒരു ഡോക്ടറെ കാണിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലക്ഷണം കാലുകളിലൂടെയാണ് പ്രത്യക്ഷപ്പെടുക. നടക്കുന്ന സമയത്തും കയറ്റം കയറുന്ന സമയത്തും കാലിലെ മസിലുകളിൽ കടച്ചിൽ വരിക, നിൽക്കണമെന്ന് തോന്നുക, ഇതിന് ക്ലോഡിക്കേഷൻ എന്ന് പറയും. കാലിലെ രക്തധമനികളിൽ അഥെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അസുഖം വരുന്നതിന്റെ കൃത്യമായ ലക്ഷണമാണിത്. ക്ലോഡിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ഹൃദ്രോഗം വരാനുള്ള സാധ്യത 50%-ലേറെയാണ്. മാത്രമല്ല 3 ഇരട്ടിയിലേറെ ഹാർട്ട് അറ്റാക്ക് റിസ്ക്കും 2 ഇരട്ടിയിലേറെ സ്ട്രോക്ക് റിസ്ക്കും ഇങ്ങനെയുള്ളവർക്കുണ്ടാവും. മൂന്നാമത്തെ ലക്ഷണം മിനി സ്ട്രോക്കുകളാണ്. കഴുത്തിലെ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന രക്തധമനികളിൽ ബ്ലോക്ക് വരുന്ന വ്യക്തികൾക്ക് ഹൃദ്രോഗത്തിനുള്ള സാധ്യത 50%-ലേറെയാണ്. ഈ കഴുത്തിലെ രക്തധമനിയിലെ ബ്ലോക്ക് കാരണം പല വ്യക്തികൾക്കും ചെറിയ ചെറിയ സ്ട്രോക്കുകൾ, ചെറിയ ചെറിയ ബലക്കുറവുകൾ, കാഴ്ച പ്രശ്നങ്ങളൊക്കെ വന്ന് സംഭവിക്കാറുണ്ട്. ഇത് ഹാർട്ട് അറ്റാക്കിന്റെ മുന്നോടിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ സംഭവിക്കാം. നാലാമത്തെ ലക്ഷണം കിഡ്നിയിലേക്കുള്ള രക്തധമനിയുമായി ബന്ധപ്പെട്ടതാണ്. എത്ര മരുന്ന് കഴിച്ചാലും കൺട്രോൾ കിട്ടാത്ത BP, അതുപോലെ തന്നെ കിഡ്നി ചുങ്ങി വരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം റീനൽ ആർട്ടറി സ്റ്റിനോസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളാവാം. കിഡ്നിയിലേക്ക് രക്തോട്ടക്കുറവ് സംഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗ സാധ്യത വളരെയധികം കൂടുതലാണ്.